ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള സർക്കാർ പ്രഖ്യാപനം അത്യന്തം ദൗർഭാഗ്യകരമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പുകളിൽ വലിയ വെട്ടിച്ചുരുക്കലുകൾ നടത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പേർന്ന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളിലേക്ക് മുതിരുന്നത് അത്യന്തം ഖേദകരവും അപലപനീയവുമാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ പ്രതിസന്ധിക്ക് ഇത് കളമൊരുക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്തരം സ്കോളർഷിപ്പുകളെ ആശ്രയിച്ച് ജീവിക്കുന്നത് സമ്പന്ന വിഭാഗങ്ങളല്ല, സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുമല്ല. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠന നിലവാരം, അവരുടെ പഠന സാധ്യതകളെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് ഇപ്പോൾ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 500 കോടിയോളം രൂപ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്കോളർഷിപ്പുകൾ വീഴ്ച കൂടാതെ നൽകാനായിട്ടും അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യതകളെ ചേർത്ത് പിടിക്കാനായിട്ടും പരിപോഷിപ്പിക്കാനായിട്ടുമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഈ ഗവൺമെൻറ് ഈ പാവപ്പെട്ട മനുഷ്യരോട്, ന്യൂനപക്ഷ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയുടെ പ്രകടനമാണ് ഇതെന്ന് കരുതാൻ നമ്മൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റും രാഷ്ട്രീയ നേതൃത്വവും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന, പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മനസ്സ് കാണിക്കേണ്ടതുണ്ട്.